നമസ്കാരം, ഞാൻ ഷാഹിൻ. ഇന്ത്യൻ ക്ലാസിഫൈഡ്സ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പ്ലോട്ടാണ്. അപ്പോൾ തിരുമല എന്ന് പറഞ്ഞ സ്ഥലം നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു ഫേമസ് പ്ലേസ് ആണ് തിരുമല. തിരുമലയിൽ നിന്ന് വെറും ഒരു 100 മീറ്റർ വരുമ്പോൾ തന്നെ മങ്കാട്ട് കടവാണ് ഈ ഒരു പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത്. ഞാൻ നിൽക്കുന്ന എക്സാക്ട് പ്ലേസിൽ നിന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരുമല, പൂജപ്പുര ആ ഏരിയയിലോട്ടൊക്കെ പോകാൻ പറ്റും. ആ റൂട്ടിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പേയാട്, തച്ചോട്ടുകാവ്, മലയങ്കീഴ് അങ്ങനെ എല്ലാ റൂട്ടിലേക്കും പോകാൻ പറ്റും. പിന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റും ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ആയുർവേദ ശാലയുണ്ട്, പിന്നെ ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ട്, തൊട്ടടുത്തൊരു ഡേ കെയർ ഉണ്ട്, അങ്ങനെ ഒരുപാട് ബൊട്ടീക്ക്, അങ്ങനെ ഒരുപാട് അക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈം ലൊക്കേഷനിലാണ് നമ്മുടെ ഒരു പ്ലോട്ട് ഉള്ളത്. പ്ലോട്ടിന്റെ ഒരു സവിശേഷത എന്ന് പറയുമ്പോൾ ഈ പ്ലോട്ട് വരുന്നത് വിശ്വപ്രകാശ് എന്ന് പറഞ്ഞ ഫേമസ് സ്കൂൾ, നമ്മുടെ തിരുമലയിലെ വിശ്വപ്രകാശ് എന്ന് പറഞ്ഞ ഫേമസ് സ്കൂളിന് തൊട്ടടുത്താണ് ഈ ഒരു പ്ലോട്ട് വരുന്നത്. വിശ്വപ്രകാശ് സ്കൂളിന്റെ ബാക്ക് ഗേറ്റിലാണ്, ബാക്ക് ഗേറ്റിന്റെ തൊട്ടടുത്താണ് നമ്മുടെ പ്ലോട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ അതിന്റെ പ്ലേ ഗ്രൗണ്ട്, അങ്ങനെ എല്ലാം തൊട്ടടുത്ത് നമുക്ക് അക്സസ് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചുറ്റും തന്നെ ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു പ്രോപ്പർ സ്ഥലം പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ആർച്ച് ശ്രദ്ധിക്കാം. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, മങ്കാട് കുളത്തിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ആർച്ചിനടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഈ ശ്രീകൃഷ്ണ ലൈൻ, ഇതാണ് നമ്മുടെ ലാൻഡ്മാർക്ക്. ഈ ശ്രീകൃഷ്ണ ലൈൻ നേരെ താഴേക്ക് പോകുമ്പോൾ ഫസ്റ്റ് ലെഫ്റ്റ് ഒരു 200 മീറ്റർ വരുള്ളൂ നമ്മുടെ പ്ലോട്ട്. അത്രയ്ക്കും അടുത്താണ് നമ്മുടെ പ്ലോട്ട് വരുന്നത്. ഇതിന് വേറൊരു വഴിയും കൂടെ ഉണ്ട്, സ്വാതി ലൈൻ എന്ന് പറയും. ഇതിന്റെ തൊട്ട് ബാക്കിലായിട്ട് സ്വാതി ലൈനിൽ നിന്നും ഇതുപോലെ കുറച്ച് താഴേക്ക് പോയിട്ട് റൈറ്റ് എടുക്കണം. ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കി തരാം. സ്വാതി ലൈനിൽ നിന്ന് നേരെ ഇറങ്ങി റൈറ്റ് എടുക്കുക. ഇത് ശ്രീകൃഷ്ണ ലൈനാണ്. ഇവിടെ നമുക്ക് കുറച്ചും കൂടെ വലിയ വാഹനങ്ങൾ, കുറച്ചും കൂടെ വലിയ കാറൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ വഴി പോകുന്നത് ഈസി ആയിരിക്കും. ഈ വഴി നേരെ പോവുക, ലെഫ്റ്റ് എടുക്കുക, നമ്മുടെ പ്ലോട്ട് എത്തി. യൂഷ്വലി നമ്മൾ ഒരു പുതിയ പ്ലോട്ട് പരിചയപ്പെടുത്തുമ്പോൾ ആ പ്ലോട്ട് സന്ദർശിക്കാൻ വരുന്ന ആദ്യമായിട്ട് വരുന്നവർക്ക് നമ്മൾ മാപ്പൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ വന്ന് അവിടെ എത്തി ഇവിടെ എത്തി അങ്ങനെയൊക്കെ ചോദിച്ച് ഭയങ്കര കൺഫ്യൂഷനൊക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ ഒരു കൺഫ്യൂഷനും വേണ്ട. നമ്മൾ നേരെ മങ്കാട്ടുകടവ് എത്തിയിട്ട് അവിടെ സ്വാതി ലൈൻ എന്ന് പറഞ്ഞൊരു ലൈൻ ഉണ്ട്. ആ ലൈൻ നേരെ കയറുക, താഴേക്ക് ഇറങ്ങുക, ഫസ്റ്റ് റൈറ്റ് എടുക്കുക. ഇതേ ഈ പ്ലോട്ട് കാണാൻ പറ്റും. വേറെ കൂടുതൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. അപ്പോൾ ഈ പ്ലോട്ട് കാണാൻ വരുന്നവർക്ക് ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, മങ്കാട്ടുകടവ് എത്തിയിട്ട് സ്വാതി ലൈൻ ഉണ്ട്. സ്വാതി ലൈൻ നേരെ കയറി ആ ഇറക്കം ഇറങ്ങി ഫസ്റ്റ് റൈറ്റ്, അത്രേ ഉള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ ഈ പ്ലോട്ട് എത്തും. പിന്നെ തൊട്ടടുത്ത് നമ്മുടെ നിങ്ങൾക്ക് ലാൻഡ്മാർക്ക് ഉണ്ട്. മങ്കാട് കുളത്തിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്, വിശ്വപ്രകാശ് സ്കൂളിന്റെ ബാക്കിലാണ്. അങ്ങനെ ഒരുപാട് ലാൻഡ്മാർക്സ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങളിവിടെ ഒരു വീട് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കണമെങ്കിലോ സ്കൂളിലോ നിങ്ങളുടെ ഓഫീസസിലോ എന്തെങ്കിലും ലാൻഡ്മാർക്ക് വെക്കാൻ തന്നെ നിങ്ങൾക്കൊരു അടിപൊളി ലാൻഡ്മാർക്ക് തന്നെ ഇവിടെ ഉണ്ട്. പ്ലോട്ടിന്റെ ബൗണ്ടറി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നല്ല കല്ലിട്ട് അവർ നല്ല മനോഹരമായിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കറക്റ്റ്. അതുപോലെ തന്നെ എൻ്റെ തൊട്ടുപുറകിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തില്ലേ, മങ്കാട്ടുകടവിലെ ഫേമസ് ഒരു ടെമ്പിളാണ് മങ്കാട് കുളത്തിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അതിന് തൊട്ടുപുറകിൽ നമ്മൾ കാണുന്ന ആ ഒരു ബ്ലൂ ബിൽഡിംഗ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ വിശ്വപ്രകാശ് സ്കൂൾ. അപ്പോൾ ഇത്രയും തൊട്ടടുത്ത് നമുക്കൊരു സ്കൂൾ തന്നെ നമുക്ക് അക്സസ് ചെയ്യാൻ പറ്റും. ഇത്രയും അക്സസിബിലിറ്റി ഉള്ള ഒരു പ്രൈം ലൊക്കേഷൻ തന്നെയാണ് നമ്മുടെ ഈ പ്ലോട്ട് വരുന്നത്. അപ്പോൾ പ്രോപ്പർ പ്ലേസ് വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മങ്കാട്ട് കടവാണ്. ഇവിടെ നിന്ന് ഒരു വെറും 400 മീറ്റർ മാറിയാണ് മങ്കാട്ട് കടവ് ഫേമസ് ബ്രിഡ്ജ് ഉള്ളത്. ഇതിന് ചുറ്റും നമുക്ക് ഡെന്റൽ ഹോസ്പിറ്റൽസ് തുടങ്ങിയ പലവിധ ഹോസ്പിറ്റൽസും പിന്നെ വിശ്വപ്രകാശ് സ്കൂളോട് കൂടി അതുപോലെ തന്നെ ഡിഫറെന്റ് പലതരം സ്കൂൾസും അങ്ങനെ എല്ലാം. ഇപ്പം രാമചന്ദ്രൻ തന്നെ ഇതിന് തൊട്ടടുത്താണ്. തിരുമല രാമചന്ദ്രൻ സൂപ്പർ മാർക്കറ്റ് തന്നെ ഇതിന് തൊട്ടടുത്താണ് വരുന്നത്. അപ്പം അങ്ങനെ എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈം ലൊക്കേഷനിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്ലോട്ട് വരുന്നത്. ഞാൻ പറഞ്ഞ ഈ ഒരു മെഗാ 15 സെന്റ് ഈ ഒരു വലിയ പ്ലോട്ടിൽ ഒരു സെന്റിന് ഓണർ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് 13 ലക്ഷം രൂപയാണ്. നമ്മുടെ ഈ ഒരു തിരുമല മങ്കാട്ടുകടവ് ഏരിയയിൽ ഒരു സെന്റിന് ഇപ്പോൾ ഒരു 200 മീറ്റർ മാറി കഴിഞ്ഞാൽ ചോദിക്കുന്ന വില 20 ലക്ഷം രൂപയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മെഗാ പ്ലോട്ടിൽ ഇവിടെ ചോദിക്കുന്ന വില ഒരു സെന്റിന് 13 ലക്ഷം രൂപയാണ്. ടോട്ടൽ 15 സെന്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ 2 ഓപ്ഷൻസ് ഓണർ വരുന്നുണ്ട്. ഒന്ന്, ഇത് മൊത്തത്തിൽ ഒരാൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. ഇൻ കേസ് ഇപ്പം നമ്മളെ പോലത്തെ സാധാരണക്കാരാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ ഒരു 15 സെന്റ് ഒറ്റയടിക്ക് ഒരുമിച്ച് വാങ്ങിക്കുന്നത് ഒരിക്കലും അഫോർഡബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഓണർ ഒരു ഓപ്ഷൻ തരുന്നുണ്ട്. നമുക്കിത് ഡിവൈഡ് ചെയ്ത് ഓണർ കൊടുക്കാൻ റെഡിയാണ്. അതായത് 15 സെന്റിനെ നമ്മുടെ ആവശ്യപ്രകാരം കസ്റ്റമേഴ്സിന്റെ എന്താണ് അവരുടെ ആവശ്യം അത് പ്രകാരം ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ റെഡിയാണ്. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ കാർ ഇട്ടേക്കുന്ന ഈ ഒരു വഴി ഒരു 4 മീറ്റർ വഴി ബിൽഡേഴ്സ് ഇവിടെ സെപ്പറേറ്റ് ഒരു വഴിയായിട്ട് റെഡിയാക്കാൻ അവർ തയ്യാറാണ്. അതായത് ഇപ്പം നമ്മൾ ബാക്കിൽ ആ ഏരിയയിൽ നമ്മളൊരു വീട് വെക്കുകയാണ്. അപ്പം നമുക്കൊരു ഒരു സെപ്പറേറ്റ് ഒരു വഴി വേണമെന്നുണ്ടെങ്കിൽ അവർ റെഡിയാണ്. അത് ഇവിടെ നിന്ന് ഒരു 4 മീറ്റർ വഴി നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് നേരെ വണ്ടി ഓടിച്ച് നമ്മുടെ വീട്ടിലേക്ക് കയറാൻ പറ്റുന്ന രീതിയിൽ ഒരു വഴി റെഡിയാക്കി തരാൻ ഓണർ റെഡിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, 15 സെന്റ് ഒന്നിച്ച് വാങ്ങിക്കുന്നവർക്ക് വാങ്ങിക്കാം. ഇല്ലാതെ നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് ഇപ്പോൾ ഇൻ കേസ് അഫോർഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് സെപ്പറേറ്റ് ചെയ്തും ഓണർ തരാൻ റെഡിയാണ്. ഒരു 5 സെന്റ് വെച്ചോ 4 സെന്റ് വെച്ചോ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ഡയറക്റ്റ് ഓണറിനെ വിളിച്ച് കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ
നമ്മുടെ ഓണറിൻ്റെ നമ്പർ നമ്മൾ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറിനെ വിളിച്ച് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് പ്ലോട്ട് കാണണമെങ്കിലും ഡയറക്റ്റ് ഓണറിനെ വിളിച്ച് കോൺടാക്ട് ചെയ്യാം. ഇതിനിടയിൽ ബ്രോക്കറേജോ ഇടനിലക്കാരോ യാതൊന്നുമില്ല. എന്തുണ്ടെങ്കിലും നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ഓണറുമായിട്ട് സംസാരിക്കാം, എന്ത് സംശയവും തീർക്കാം, ഡയറക്റ്റ് ഇവിടെ വരാം, പ്ലോട്ട് വിസിറ്റ് ചെയ്യാം, നിങ്ങളുടെ ഡിസിഷൻ എടുക്കാം.